ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ ഗൂഢാലോചന കേസിൽ മുഖ്യപ്രതി എം.എൻ. നാരായണദാസിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സർക്കാരിന്റെ അപ്പീൽ അംഗീകരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. നാരായണദാസിനെ കസ്റ്റഡിയിൽ വിടേണ്ടെന്ന തൃശൂർ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽപ്പെടുത്തിയ ഗൂഢാലോചന കേസിൽ അന്വേഷണം മുന്നോട്ട് പോകാൻ 2 പ്രതികളെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും തൃശൂർ സെഷൻസ് കോടതിയുടെ വിധിയിൽ പിഴവുകളുണ്ടെന്നുമുള്ള പോലീസ് വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി നടപടി. നാരായണദാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിടേണ്ടെന്ന തൃശൂർ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ക്രിമിനൽ നടപടിക്രമം അനുശാസിക്കുന്ന 60 ദിവസത്തെ സമയപരിധി പൂർത്തിയായതിനാൽ പോലീസ് കസ്റ്റഡി അനുവദിക്കാനാവില്ലെന്നായിരുന്നു സെഷൻസ് കോടതിയുടെ വിധി. ഇക്കാര്യം അന്വേഷണ ഘട്ടത്തിലുള്ള കേസിൽ കർശനമായി പാലിക്കാനാവില്ലെന്ന പോലീസിന്റെ വാദവും കോടതി അംഗീകരിച്ചു. 2ാം പ്രതി ലിവിയ ജോസിനൊപ്പം എൻ.എം. നാരായണദാസിനെ ഒരുമിച്ച് ചോദ്യം ചെയ്യാനും പോലീസിന് ഹൈക്കോടതി അനുമതി നൽകി. പ്രതി നാരായണദാസിനെ ഹാജരാക്കാനും പോലീസ് കസ്റ്റഡിയിലേക്ക് കൈമാറാനുമായി കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. മുഖ്യപ്രതി നാരായണദാസിനെ കഴിഞ്ഞ ഏപ്രിലിൽ ബംഗളൂരിൽ നിന്നായിരുന്നു പോലീസ് പിടികൂടിയത്. മാസങ്ങൾക്ക് ശേഷം ജൂൺ 13-നാണ് കൂട്ടുപ്രതി ലിവിയ ജോസിനെ വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ ഉടൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് നാരായണദാസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് തൃശൂർ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ പോലീസ് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഭാഗം വാദം അംഗീകരിച്ച് തൃശൂർ സെഷൻസ് കോടതി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തള്ളുകയായിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘത്തിനു വേണ്ടി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.